ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ അവസാനം എടുത്ത വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇൻട്രോ എടുക്കാൻ മറന്നുപോയി, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ് എന്താണ്, എൻ്റെ ക്ലാസ്സിൽ ഇന്ന് നടക്കുന്നത് എന്നാണ് ഇന്ന് കാണുന്നത്. ഓക്കെ, ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യലുണ്ട്. എല്ലാ ദിവസത്തെ പോലെയല്ല, ഇന്ന് ഞങ്ങളെല്ലാവരും ഭയങ്കര ബിസിയാണ് ഗൈസ്, ബിസിയാണ്. അതിനെല്ലാം കാരണം ഒരു വോയിസാണ് കേട്ടോ. ഞാൻ കേൾപ്പിച്ചു തരാം ആ വോയിസ് എന്താണെന്നുള്ളത്. എല്ലാവരും നിങ്ങളുടെ മൈനർ പ്രൊജക്റ്റിൻ്റെ സ്പൈറൽ ബൈൻഡ് ചെയ്ത കോപ്പി സെപ്റ്റംബർ 30th, അതായത് നെക്സ്റ്റ് മൺഡേ സബ്മിറ്റ് ചെയ്യണം. വെക്കാത്ത ഓരോ ദിവസവും നിങ്ങളുടെ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. യെസ്, അതാണ് കാര്യം ഗൈസ്. ഞങ്ങൾ തേർഡ് സെമ്മിലെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാടായി, തേർഡ് സെം കഴിക്കാനായി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളെല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പ്രൊജക്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ 4 പേരുണ്ട്, പക്ഷെ ഞങ്ങളെ ലാപ്പ് ഓപ്പൺ ആവുന്നില്ല ഗൈസ്. ഏകദേശം എല്ലാം ഫിനിഷായി ഇരിക്കുന്നതാണ്, പക്ഷെ ഞങ്ങൾ ലാപ്പ് ഓൺ ആവുന്നില്ല ഗൈസ്. എന്ത് ചെയ്യും ഞങ്ങൾ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പക്ഷെ ഞങ്ങൾ തളരില്ല ഗൈസ്, തളരില്ല. ഓക്കെ, ദേ ആ വരുന്നതാണ് നമ്മുടെ നായകൻ. ആ ബ്ലാക്ക് ഷർട്ടിനെ കണ്ട, ദേ അവനാണ് നായകൻ. യെസ്, അതെ ഗൈസ്, നമ്മളെ പ്രൊജക്റ്റിൻ്റെ പകുതി മുക്ക അല്ല അവൻ തന്നെയാണ് ചെയ്തത്. കേട്ടോ, ഷോ കണ്ട അവൻ്റെ. അങ്ങനെ നമുക്ക് പുതിയൊരു ലാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ചെയ്യാൻ നോക്കുന്നതാണ്. അടുത്ത എല്ലാം ഫിനിഷ് ചെയ്യണം. പിന്നെ ഇവനൊരു സകലകലാ വല്ലഭനാണ് കേട്ടോ, കാരണം അവനെ മതി എല്ലാവർക്കും പ്രൊജക്റ്റ് ചെയ്യാൻ. അതിനൊക്കെ പുറമെ ഇതേ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം ഈ ഡിസംബറിൽ റിലീസാവാണ്. ഇന്ദ്രൻ സേട്ടനാണ് അതിൽ നായകൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലൊരു സപ്പോർട്ട് വില ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെങ്കിലും ഒരു സപ്പോർട്ട് തരണം. വളർന്നു വരുന്ന ഒരു നായകനാണ്. താങ്ക്സ്. യെസ്, അവനൊരു സിനിമ നടനാണ് ഗൈസ്. അവൻ ഒരുപാട് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ മൂവി എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അത് ഞാൻ കൊടുക്കാട്ടെ, എനിക്ക് മൂവിയുടെ നെയിം അറിയാൻ പാടില്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതെന്തേ കണ്ട ലാപ്പൊക്കെ കൊണ്ട് ഓരോരുത്തർ അവൾ ലാപ്പ് കൊണ്ടുവന്നിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു തെറ്റുന്നു. ഇതാണ് അവളെ അവസ്ഥ. അതിൻ്റെ രോദനമാണ് ആ കാണുന്നത്. ഇവള് പിന്നെ അവരുടെ ഗ്രൂപ്പിലാണ്, അതറിയുന്നത് തന്നെ ഇന്നാണ്. അതിൻ്റെ ഷോ ആണ് ആ കാണിക്കുന്നത്. ഞാനെല്ലാം ചെയ്തു. ദെൻ ഇവക്ക് അവളെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയാൻ പാടില്ല. അവളൊരവസ്ഥ ആലോചിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പ്രൊജക്റ്റ് ഡേയുടെ. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, അവരത് തെറ്റുന്നുണ്ട്, വീണ്ടും ചെയ്യുന്നുണ്ട്, ഫിനിഷ് ചെയ്ത് വന്നിട്ട് അവസാനം വെച്ച് തെറ്റുന്നുണ്ട്. കഷ്ടപ്പാടാണ് ഗൈസ്, ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ നമ്മുടെ കുറച്ചൊക്കെ സ്ട്രെസ് ലെവൽ കുറക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിസ്സുമാരെല്ലാം നമ്മളെ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ ഗ്രൂപ്പിലും ഓരോരോ മിസ്സുമാരാണ്, എന്നാൽ എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നോ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ, അതിൻ്റെ എന്തൊക്കെയാണ് തെറ്റുകളോ എല്ലാം കറപ്ഷൻ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രൊജക്റ്റ് വെക്കേണ്ടത്. അപ്പോൾ അതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ മിസ്സുമാരാണ് ശരിക്കും ഞങ്ങളെല്ലാം. ദെൻ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ എഴുതുന്നത് കാണാം. ഒരുപാട് ആൾക്കാരില്ല, കുറച്ച് പേര് എഴുതുന്നത് കാണാം. ഞങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറേ അസൈൻമെൻറ്റ്, വേറെ കുറേ ഓരോ സബ്ജക്റ്റിന് അസൈൻമെൻറ്റൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാനും വെക്കാനൊക്കെ ഉണ്ട്. അത് ഫിനിഷ് ആക്കുന്നവരുണ്ട്. അതിൽ പുറമെ അപ്പോൾ ഗ്രൂപ്പിലുള്ളവർ വേറെ പ്രൊജക്റ്റിൻ്റെത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു എന്താ പറയുക ഡേ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഞങ്ങളത്. ഇവനാള് പൊളിയാട്ടാ. എന്താ പറയാ, കുന്നുലിങ്ങനെ കുഞ്ഞാത്തുലുങ്ങൂലെന്ന് പറയില്ലേ, ആ ടൈപ്പാണ് അവന്. അവൻ്റെ സ്മൈല് ഭംഗിയില്ലേ കാണാൻ. എൻ്റെ ചെറിയ അനിയൻ്റെ സ്മൈലാണ് അവന്. ഞാൻ എപ്പോഴും പറയും അത്. പിന്നെ ഇത് കണ്ട, ഇതൊക്കെയാണ് യോഗം.
അവൻ പ്രൊജക്റ്റൊക്കെ ചെയ്ത് ക്ഷീണിച്ച് കേസ് അവന് നല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു. ദെൻ ദേ ഓരോരുത്തരെ കണ്ടില്ലേ ചെയ്യുന്നു, വീണ്ടും വീണ്ടും തെറ്റുന്നു. അയ്യോ ദേ അവിടെ ഒരുത്തി തലവേദന എന്ന് പറഞ്ഞ് കിടക്കുന്നു. കമ്പ്യൂട്ടറിലായിട്ട് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ചിലവർക്ക് പെട്ടെന്ന് ഹെഡേക്ക് വരും. പിന്നെ ഇവള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിനി എടുത്തെടുത്ത് പറഞ്ഞേ ഇനി ചാവോളത് കേൾക്കാമല്ലോ, നമുക്ക് കേട്ടോണ്ടിരിക്കാം, വേറെ നിവൃത്തിയില്ലല്ലോ. ദേ ഓരോരുത്തർ ആരൊക്കെ വിളി. ദേ ഇവൻ പഠിപ്പിയാണ് കേസ്, ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിയാണെന്ന് പറയാൻ പറഞ്ഞു, അംബാനിയേക്കാൾ വലുത്. ഓക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ. അപ്പം ഇനി ഞങ്ങളെല്ലാവരും പ്രൊജക്റ്റൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് എല്ലാവർക്കും ക്ലിയറായി, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പാസ് മാർക്കൊക്കെ കിട്ടട്ടെ. ചെയ്യായിരിക്കും, കിട്ടുമായിരിക്കും അല്ലേ. ദെൻ ഈ പെണ്ണ് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് വെച്ചിട്ട് പല പല കളറായിട്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതേ ഫ്രീ ടൈം പിന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട്, ജസ്റ്റ് ബോറടിക്കുമ്പം നല്ലപോലെ എഴുതുന്നാന്ന് വിചാരിക്കും. പക്ഷേ എല്ലാ മീൻസ് നമ്മളെ SOS ഇല്ലേ, എൻ്റെ നാട്ടിൽ SOS ആണ്, ഇവിടെ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. സ്ട്രെസ് ലെവൽ കുറക്കാനാണ് ഗൈസ്. അങ്ങനെ സ്ട്രെസ് ലെവൽ കുറക്കാൻ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. എൻ്റെ വീഡിയോയിലെ മെയിൻ ഫുഡ് അടിയാണ്, ഫുഡ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കോളേജിൻ്റെ അടുത്തൊരു ചേച്ചിമാരെ കടയുണ്ട് കേട്ടോ, അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി അടുത്തൊരു സ്പോട്ടുണ്ട്, അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട് പോലെ ചെറിയ സെറ്റപ്പ് ആട്ടോ, പക്ഷെ ഊണ് അടിപൊളിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇതേ ഒടുക്കത്തെ തിരക്കാണ്, സീറ്റൊന്നും ഇല്ല. അവസാനം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഇതേ ഈ സാധനം കണ്ട, ഇത് പയറാണ്, പയർ എന്നാണ് പറയാറ് എൻ്റെ നാട്ടിൽ. ഇവിടെ അച്ചിങ്ങ അങ്ങനെയാണ് പറയുക. എനിക്ക് എപ്പോഴും തെറ്റിട്ടോ, എന്നിട്ട് ഇവരെപ്പോഴും എന്നെ കളിയാക്കിയിട്ടുകൊണ്ട് തിരുത്തിക്കൊണ്ടേയിരിക്കും. മീൻസ് ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും അങ്ങനെയാണ് ചോദിക്കുക. നമ്മളെ ഭാഷ മറക്കില്ലല്ലോ. പിന്നെ ഊണ് ഒരാൾക്ക് 60 രൂപയായിട്ടാണ് വരുന്നത്. ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും, കാരണം നമുക്ക് വേണ്ട പോലെ അൺലിമിറ്റഡ് ആണ്. അതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട പോലെ നല്ല സ്നേഹത്തോടു കൂടി വിളമ്പിത്തരും. അതുകൊണ്ട് നമ്മൾ പകുതിയാണ് പറയാം. പിന്നെ അതേ മോരുകറി, സാമ്പാറൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ കിട്ടൂലേ, അതുപോലെ. അവർക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ ഗൈസ്, ഞങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഇരുന്ന്, കാരണം അത്ര തിരക്കായിരുന്നു. പിന്നെ അതേ കിട്ടി അവർക്ക്. പിന്നെ അവർ സിംഗിളാന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ ഓംലേറ്റും പിന്നെ കൊയ്യൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. കൊയ്യ മീൻസ് പത്തല്, മലപ്പുറംകാർ. ഓക്കെ, പത്തല്. പിന്നെ കൂട്ടത്തിൽ ഈ റെഡ് ഷർട്ട് ആരാന്ന് മനസ്സിലായോ? അറിയാത്തവർ ചോദിക്കൂ, കമന്റ് ചെയ്യും, ഞാൻ റീപ്ലൈ തരാം. ഓക്കെ, ദെൻ ഇവളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ സിംഗിളാണ്, അവൾക്കാരുമില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ എല്ലാവരും സിംഗിളാണ് ഗൈസ്, ഞാൻ മാത്രമുള്ള കമ്മിറ്റഡ്. അയ്യോ എനിക്ക് വയ്യ. പിന്നെ ഇതേ അവളാർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോക്കട്ടോ, അവളെ വീട്ടെടുത്ത് ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കൊള്ളാം, എല്ലാം സെറ്റാണ്. കൊണ്ടുപോയാൽ പിന്നെ തിരിച്ച് കൊണ്ടുവരരുത്, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. तुझे ढूंढ ढूंढे रोया था मैं तू ना. അങ്ങനെ അവളൊക്കെ ട്രോളിയപ്പോൾ ഒരു സമാധാനം. ദേ അവിടെ ഒരു പൂച്ച സാറ് ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ക്യാഷൊക്കെ കൊടുത്തിട്ടോ. ഊണൊക്കെ പൊളിയായിരുന്നു, നല്ല, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവിടുത്തെ ഊണ്. ഇനി അവളെ പിക്ക് ചെയ്യില്ല, ഇറക്കി കൊടുത്തിട്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് വരും, അവർക്ക് എവിടേക്ക് പോകാനുണ്ട്. അങ്ങനെ ഞങ്ങളവിടുന്ന് വലിയ സ്കൂട്ടായി. ഇതിൻ്റെ ഇടയിൽ ഇത് കാണിക്കാൻ പറഞ്ഞിട്ടോ, മീൻസ് അവൾക്കൊരു ഷോ കാണിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ കാണിക്കട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻഡിങ് ആയിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിയും, അവളെ ക്ലാസ്സും ഉച്ചയ്ക്ക് കഴിയും. അപ്പോൾ അവളെയും പിക്ക് ചെയ്തിട്ടാണ് ഞാൻ വരാറ്. ദെൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, എൻ്റെ ഈ ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ കുറച്ച് പരാതികളൊക്കെ തീർക്കണം. സ്കൂളിൽ നിന്ന് വന്നതാണല്ലോ, അപ്പോൾ അതൊക്കെ കേട്ട് അതെല്ലാം തീർത്ത് അവളെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട് നാളെ. അടുത്ത വീഡിയോ ആയിട്ട് അതൊക്കെ കാണാം. അപ്പോൾ ഇനി അവളതെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് എൻ്റെ ഒന്ന് പോയി കിടക്കാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നതാണ്. ഇനി
ദെൻ എൻ്റെ ഫേസ് ശ്രദ്ധിക്കണം കേട്ടോ, വെയിലടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.